ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നുള്ളത് ഊർക്കടവ് പാലത്തിൻ്റെ അടുത്താണ്. ഇവിടെ പുഴയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കാണാൻ വന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ കഴിഞ്ഞൊരു പ്രാവശ്യം വന്നപ്പം നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അന്ന് നമ്മൾ ഇത് കാണാൻ വന്നപ്പോഴത്തേക്ക് രാത്രിയായി, പിന്നെ പുഴയൊന്നും കാണാൻ പറ്റിയില്ല. അപ്പം നമ്മൾ ഇറങ്ങണം നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ മീനൊക്കെ വിൽക്കുന്നുണ്ട്, കുറേ മീനൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് താഴോട്ട് പോവുക കേട്ടോ. അപ്പം ഞങ്ങളൊന്ന് പോയോക്കട്ടെ. അപ്പോൾ അതാ ഞങ്ങളിതാ സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് മെല്ലെ അങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ, പുഴേൻ്റെ അടുത്തേക്ക്. ഇത് പുഴേൻ്റെ വക്കാണ്. അപ്പോൾ ഇങ്ങനെ നടന്ന് കുറച്ചങ്ങോട്ട് പോകാനുണ്ട്. അപ്പോൾ അതാ ഇതാണ് പുഴ കാണുന്നത്. വലിയ പുഴയാണ് കേട്ടോ. അപ്പോൾ അതാ അവിടെ കുറച്ച് സ്ഥലം ഷട്ടർ ഇട്ട് വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ ആളുകൾ മീനൊക്കെ പിടിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ ഞങ്ങൾ മെല്ലെ മീൻ പിടിക്കുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മെല്ലെ 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 ഇറങ്ങുകയാണ്. വലിയ സ്റ്റെപ്പാണ് കേട്ടോ. സ്റ്റെപ്പിന് ഭയങ്കര ഉയരം ഉണ്ടായിരുന്നു. ഇറങ്ങാൻ വേണ്ടി കുറച്ച് പ്രയാസമായിനി. അപ്പോൾ അതാ അവിടെ എത്തി നോക്കുമ്പോൾ കുറേ ആളുകളുണ്ട് കേട്ടോ. വല ഇട്ടിട്ട് മീൻ പിടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോകുന്ന ആളുകളും പിന്നെ മേലെ കൊണ്ടുപോയിട്ട് വിൽപ്പനയ്ക്ക് കൊണ്ടുപോകുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത്ര അടുത്തുനിന്ന് മീനൊക്കെ പിടിക്കുന്നത് കാണുന്നത്. വല ഇട്ടിട്ടൊക്കെ മീൻ പിടിക്കുന്നത്, വല വീശിയിട്ടൊക്കെ മീൻ പിടിക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഇത്ര അടുത്തുനിന്ന്. അപ്പോൾ അതാ കുറച്ചായാലും ഓരോരോ വല വീശലിനും കുറച്ച് മീനായാലും അവർക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ ചില ആളുകൾ വലിയ കണ്ണിയുള്ള വലയാണ് ഉപയോഗിച്ചത്. എന്താ വെച്ചാൽ അവർക്ക് വലിയ മീൻ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ചില ആളുകൾ ഇവരെ കയ്യിലൊക്കെ ഉള്ളത് ചെറിയ കണ്ണിയുള്ള വലയാണ് കേട്ടോ. ചെറിയ മീനുകളാണ് ഇവർക്ക് കിട്ടുന്നത്. അപ്പോൾ അവർക്ക് കിട്ടിയ മീനാണ് കേട്ടോ. അത് കുറച്ച് തോനെ മീൻ കിട്ടിയിട്ടുണ്ട്. വീട്ടിൽ കൊണ്ടുപോയിട്ട് ഉള്ള ഉപയോഗത്തിനാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരുപാട് മീനുണ്ട് കേട്ടോ. പിടയ്ക്കുന്നത് ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. കവറിലേക്ക് വാരിയിടും കേട്ടോ അയാൾ. കുറേ പ്രാവശ്യം വല വീശുന്ന സമയത്താണ് കേട്ടോ കുറച്ചെങ്കിലും കിട്ടുന്നത്. ഇത് കുറേ തവണ വല വീശിയിട്ടാണ് ഇപ്പം ഇത്ര കിട്ടിയത്. ഓരോരോ വീശലിന് ഒരു 5, 6 ചിലപ്പം 10 കിട്ടും. അങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. കുറച്ച് പ്രയാസമുണ്ട് കേട്ടോ. കുറച്ച് മീൻ ആയിട്ട് വീട്ടിൽ പോകണം എന്ന് വിചാരിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. പിന്നെ വേറെ ആളുകളൊക്കെ വല വീശുന്നുണ്ട്. പിന്നെ മേലേന്ന് ഇങ്ങോട്ട് നോക്കിയാൽ നമുക്ക് ഇങ്ങനെ കാണാം കേട്ടോ മീൻ പിടിക്കുന്നതൊക്കെ. ഞങ്ങൾ ഇതിന് മുമ്പ് അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇവരെ വല ഇട്ടിട്ട് മീൻ പിടിക്കുന്ന വലിയ കണ്ണിയുള്ള വല കേട്ടോ ഇവരെ കയ്യിലുള്ളത്. ഇവർക്ക് വലിയ മീനുകളാണ് കിട്ടുന്നത്. ഒരുപാട് മീൻ കിട്ടിയിട്ടുണ്ട്. അവർക്കും ബക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ അവർക്ക് കിട്ടിയ മീനാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് വലയിലുണ്ട് മീൻ, നിങ്ങൾ പോയിട്ട് വീഡിയോ എടുത്തോളി എന്ന് പറഞ്ഞു. അപ്പം ഞാനങ്ങനെ വലയിലുള്ള മീനുകൾ വീഡിയോ എടുക്കാൻ വേണ്ടി പോയതായിരുന്നു. പാലത്തിൻ്റെ മേലെ നിന്നിട്ട് കുറേ ആളുകൾ പിന്നെ ഫോട്ടോ എടുക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്. അതേപോലെ ചൂണ്ടലിട്ടിട്ടൊക്കെ മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ വലിയ വലയിൽ മീൻ പിടിച്ചതാണ് കേട്ടോ. അതുകൊണ്ട് അവർക്ക് വലിയ മീനാണ് കേട്ടോ കിട്ടിയത്. ഇവരുടെ കയ്യിലൊന്നും ചെറിയ മീനൊന്നും ഇല്ല. അപ്പോൾ വലിയ മീനുകൾ കണ്ടില്ലേ ഇങ്ങനെ പിടയ്ക്കുന്നത് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമാണ് കേട്ടോ. അതൊക്കെ അടുത്തുനിന്ന് കാണാൻ വേണ്ടിയിട്ട് മീൻ പിടച്ച് കളിക്കുന്നത് കണ്ടില്ലേ. ഇതൊക്കെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ കാണുന്നത്. അത്രയും അടുത്ത് കാണുന്നത്. എന്താ വെച്ചാൽ നമ്മൾ ഒന്നും ഇങ്ങനെ പോയി കാണുന്നില്ലല്ലോ മീനൊന്നും പിടിക്കുന്നു. വല വീശി പിടിച്ചിട്ടൊന്നും അങ്ങനെ പിടച്ച് കളിക്കുന്നതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ നമ്മൾ ഇങ്ങനെ അടുത്തുനിന്ന് കാണാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ കുറേ നേരം അവിടെ നിന്നിട്ടോ അതൊക്കെ കണ്ട് കുറേ സമയം നിന്നിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഏകദേശം ഒരു 3 മണിക്ക് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ പോരുന്ന സമയത്ത് ഒരു 6:45, 6:30 ഒക്കെ ആയിട്ടുണ്ട്. കുറേ നേരം നിന്ന് അവരിങ്ങനെ വീഡിയോ എടുത്തോളി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. മീൻ പിടച്ച് കളിക്കുന്നുണ്ടോ. പിന്നെ രതീഷേട്ടനാണ് കേട്ടോ. ഇവരൊരു വ്ളോഗറാണ് കേട്ടോ. ഇവിടെ സ്ഥിരമായിട്ട് മീൻപിടുത്തത്തിന് വരുന്ന ആളാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പരിചയപ്പെട്ടതായിരുന്നു കേട്ടോ രതീഷേട്ടനെ. അപ്പോൾ അങ്ങനെ കുറേ നേരം സംസാരിച്ച് അങ്ങനെ ഞങ്ങൾ റീലൊക്കെ എടുത്തു. കുറച്ച് സമയം കൂടി അവിടെ നിന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 6:30 ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ സമയം. അപ്പോൾ ഞങ്ങളിതെല്ലാം മെല്ലെ പോവാനുള്ള പരിപാടിയിലാണ്. മെല്ലെ ഇറങ്ങി അവിടേക്ക് പോവാണ് കേട്ടോ. മെല്ലെ ഭയങ്കര വഴുക്കലാണ് കേട്ടോ. അവിടെയൊക്കെ നല്ല വഴുക്കുണ്ടായിരുന്നു. അങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി മേലെ എത്തിയ സമയത്ത് അയ്യപ്പേട്ടൻ്റെ മീൻ കച്ചവടമാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അയ്യപ്പേട്ടനാണ് കേട്ടോ അത്. അപ്പോൾ അവർ കുറേ നേരം ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണിച്ചു തരാം.
അറിഞ്ഞില്, പിന്നെ പരല്, പിന്നെ കടുങ്ങാലിപ്പരല്, വാലാത്തൻ, പുല്ലന്, പിന്നെ ചെമ്പല്ലി, കോലി, കരിമീൻ, അടുവ, വാലാത്തന്, പിന്നെ പരല്, അങ്ങനെ എല്ലാ മീനുണ്ട്, എല്ലാ ഐറ്റംസ് മീനുണ്ട്. ഊർക്കടവിലാണ്, പാലത്തിൻ്റെ അടുത്താണ്, പാലത്തിൻ്റെ നടുവിലാണ്. ഊർക്കടവിൽ അയ്യപ്പനാണ് പേര്. ഈ മീൻ ആർക്ക് വന്നാലും ഫ്രഷ് മീനാണ്, മായമില്ലാത്ത മീനാണ്, വില കുറവാണ്, ആർക്കും വാങ്ങുക. ഈ മീൻ എന്നും വിൽപ്പനയാണ് ഇവിടെ. നമ്മളെ ജീവിത അരിഭക്ഷണമാണ്. അതുകൊണ്ട് എല്ലാവരും വരിക, വാങ്ങുക, കൊണ്ടുപോവുക. നല്ല ഫ്രഷ് മീൻ നമ്മളെ സമീപിച്ചാൽ കിട്ടും. ഇനി ഫോൺ നമ്പർ ആണെങ്കിൽ അത് എടുക്കുക. പോരി. ഈ മീൻ അന്വേഷിച്ചിട്ട് ഇവിടെ വില ഒക്കെ ആദായ വിൽപ്പനയാണ്, വലിയ വില ഇല്ല. നമ്മൾ കുറഞ്ഞ നമ്മൾ പിടിക്കുന്ന മീനാണ്. പിന്നെ പുറത്തുനിന്ന് വാങ്ങുക, ഇവിടുന്ന് ഉള്ളിൽ താഴെ പിടിച്ചിൻ്റെ കണക്കല്ല് പിടിച്ചിൻ്റെ ചോട്ടുനിന്ന് വാങ്ങണ വല വീശലുകാരുണ്ട്, വലക്കാരുണ്ട്, വല വീശിനോലുണ്ട്. ആ മീനോട്ട് വാങ്ങി ഇങ്ങോട്ട് കയറ്റി വെക്കണ മീനാണ്, ഫ്രഷ് മീനാണ്. എവിടെയും കൊണ്ടുപോയി പരിശോധിക്കുക. മീൻ വാങ്ങണവർക്ക് നല്ല ഫ്രഷ് മീനേ കൊടുക്കുകയുള്ളൂ ഇവിടെ. ഊർക്കടവ് അയ്യപ്പനെ അന്വേഷിച്ച് ആരും വന്നാൽ ഇവിടെ മീൻ കിട്ടും. പാലത്ത് കവണക്കല്ല് ഫ്രിഡ്ജിൻ്റെ അടുത്ത്. ഇവിടെ ഇപ്പോൾ ഞാൻ ഈ പാലം വരാത്തപ്പെട്ടെ ഇവിടെ കച്ചവടം തന്നെയാണ്. പാലം വന്നേരിയുണ്ട്. ഞങ്ങൾ തലമുറ ഇവിടെ തന്നെയാണ് മീൻ പിടുത്തും ജീവിതമായിട്ട് പോണ മാർഗ്ഗമാണ് ഞങ്ങൾക്കിത്. അതിനുകൊണ്ടാണ് ഒരു ഇതൊന്നും മായം അങ്ങനത്തെ ഇവിടുന്ന് കൊണ്ടുവന്ന് പുറത്തുനിന്നുള്ള മീനൊന്നും ഇവിടെ ഉണ്ടാവില്ല. ഈ കവണക്കല്ല് പിടിച്ചിൻ്റെ ചുവട്ടിലുള്ള മീൻ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. ഫ്രഷ് മീനാണ്. പുറത്തുനിന്ന് ഇവിടെ മീൻ ഞാൻ വാങ്ങലില്ല. നല്ല മീനേ ഇവിടെ വാങ്ങലുള്ളൂ. എല്ലാ ഐറ്റംസും മീനും ആ പിടുത്തക്കാരൻ കൊണ്ട് ഇട്ട് വാങ്ങുക. ചെമ്പല്ലി അതാ, എല്ലാ ഐറ്റംസും അതാ. ആ ചുവപ്പ് കളർ ചെമ്പല്ലിയാണ്, കണ്ടില്ലേ? ഏത് ഐറ്റംസും ഇങ്ങനെ നിരത്തിയൊക്കെ ഈ പാലത്തിൻ്റെ നടുവിലുണ്ടാവും മീൻ. ഇവിടെ കാലങ്ങളോളം ഇവിടെ കച്ചവടത്തോടെ ഈ പാലം വരാത്ത മുപ്പട്ടേ ഇവിടെ കച്ചവടം ഉണ്ട് ഞങ്ങൾക്ക്. പാലം വന്നതിൻ്റെ ശേഷം അതും ഉണ്ടാവും. ഇനിയിപ്പം കുറേ മീനിഞ്ഞ് വെത്തല, ചെറിയ പൊടിവത്തലൊക്കെ കയറാനായി തുടങ്ങിയിന്. ഫ്രഷ് വെത്തല ആ ഉപ്പിട്ട് കെകണാണ്, നെവണ്ടി കെകണാണ്. ഉപ്പിട്ട് കെകിയാൽ മതി. ആ മീനിപ്പോൾ ഇവിടെ കയറൽ നടത്തിയിന്. അതെല്ലാവരും കൊണ്ട് വന്നോളി, വാങ്ങിച്ചോളി. അയ്യപ്പൻ്റെ മീൻ കച്ചവടത്തിൻ്റെ നമ്പറാണ് എല്ലാ പൊതുജനങ്ങൾക്കും തരുന്നത്. ആർക്ക് മീനിൻ്റെ ആവശ്യം ഉണ്ടെങ്കിലും മീൻ വിളിക്കുക, വരിക, പോവുക, നല്ല മീൻ എടുക്കുക. ഈ നമ്പറിൽ വിളിച്ചാൽ മതി. 70 34 90 53 04 ആണ് എൻ്റെ നമ്പർ. അയ്യപ്പൻ ഊർക്കടവ്. ആർക്ക് മീനിന് ആവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോളി. ഏത് മീൻ ആണെങ്കിലും ഓർഡർ ചെയ്ത് ഇവിടെ എത്തിച്ചു തരും. ഫ്രഷ് മീൻ ജീവവെള്ളവും തരും, ഫ്രഷ് മീനും തരും. അപ്പം ഇതാ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ ഇനി. അപ്പോൾ ഈ സമയത്ത് ഇവിടെ ചൂണ്ടയിടുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ അല്ലാതെ പുഴ കാണാൻ വന്ന ആളുകളുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ അവിടെ എന്താ പറയുക, മീൻ പിടിക്കാനൊക്കെ ഈ സമയത്തും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോരുന്ന സമയത്ത് ചായയൊക്കെ കുടിച്ച് ഇവിടുന്ന് ഈ തട്ടുകടയിൽ നിന്ന് ചായയും പഴംപൊരിയൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് പെരുവയിൽ നിന്ന് കുറച്ച് എരുന്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എരുന്ത് വാങ്ങിയിട്ടാണ് വീട്ടിലേക്ക് പോയത്. അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ.